വന്നതിന് ശേഷമേ വിലക്കയറ്റം ഭയങ്കര കൂടുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ വിളി പോകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും വിലക്കയറ്റം ഉണ്ടോ? വിലക്കയറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പൊ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളിപ്പോ നാട്ടിൽ പോവാണെങ്കിൽ അത്യാവശ്യം നല്ല പൈസ പോകുന്നുണ്ട് കേരളത്തിൽ. കേരളത്തിൽ 500 രൂപ. മോദി ഉത്തരവാദിയാന്ന് പറയാൻ പറ്റുമോ? ഗ്യാസിന് വില കൂടിയിട്ടില്ലെന്നുള്ളതാണ് വസ്തുത. പറയാൻ പറ്റും. ഇപ്പൊ ഏകദേശം 1000 രൂപ അടുപ്പിച്ചിട്ടില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നമുക്ക് സബ്സിഡി ഉള്ള ഗ്യാസ് സിലിണ്ടറുകളുടെ എണ്ണം 12 എണ്ണമായിരുന്നു. അപ്പം നമുക്ക് 445 രൂപയ്ക്ക് താഴെ ആവുള്ളായിരുന്നു ഒരു സിലിണ്ടറിന്, മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത്. ആ സമയത്ത് 14.2 കിലോഗ്രാം സാധാരണ ഗ്യാസ് സിലിണ്ടറിന്റെ വാണിജ്യാവശ്യത്തിനുള്ളതല്ല, വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ വില എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിന് 1050 രൂപയായിരുന്നു. പക്ഷെ അതിനകത്ത് ഈ ഗവൺമെന്റ് 1000 രൂപയോളം സബ്സിഡി ഗവൺമെന്റ് വഹിച്ചുകൊണ്ട് 450 രൂപയ്ക്ക് സാധാരണക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ നഷ്ടം ഗവൺമെന്റ് വഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സബ്സിഡി കൊടുക്കുന്നത് ഏത് റൂട്ടിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റൂട്ടിലുള്ളവർ 1000 രൂപ പെർ സിലിണ്ടറിൽ തിന്നുകൊണ്ടിരുന്നതാണ് അർത്ഥം. മനസ്സിലായില്ലേ? മോദി വന്നതിന് ശേഷം എന്ത് ചെയ്തു? സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലേക്ക് ആക്കി. 1000 രൂപ കൊടുത്ത് നമ്മളാദ്യം ഗ്യാസ് വാങ്ങുക, 450 രൂപ നമ്മുടെ കയ്യിലെ ചിലവാക്കും, ബാക്കി 550 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു തുടക്കകാലത്ത്. അതിനുശേഷം ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞു, ഗ്യാസിൻ്റെ വില ഈ 1350 രൂപയിൽ നിന്ന് 1000, 900, 600 രൂപ വരെയായി, 596 രൂപ വരെയായി. ചരിത്രമുണ്ട്. 2015 ഡിസംബർ സമയത്ത് നോക്കിയാൽ മനസ്സിലാവും. ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് സബ്സിഡി 445, 450, 490 ഉള്ളൂ, ബാക്കി 100 രൂപ നമ്മുടെ അക്കൗണ്ട് വരത്തുള്ളായിരുന്നു. കാരണം നമ്മൾ അന്ന് 600 രൂപ ചിലവുള്ളൂ. പിന്നീട് ക്രൂഡിൻ്റെ വില കൂടി, വ്യത്യാസങ്ങൾ വന്നു. അതിൻ്റെ വില 800 ആയി, 900 ആയി, 1000 ആയി. ഇപ്പോഴും ഏതാണ്ട് 900-1000 റേഞ്ചിലാണ് ഇപ്പോഴും നമ്മൾ ഗ്യാസ് വാങ്ങുന്നത്. നരേന്ദ്രമോദി കുറേ ആളുകളോട് സബ്സിഡി വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1.5 കോടി ഉപഭോക്താക്കൾ സബ്സിഡി ഉള്ള ഗ്യാസ് സിലിണ്ടർ ഉപേക്ഷിച്ചു നരേന്ദ്രയോട് ആഹ്വാനം കേട്ടിട്ട്. അതായത് എനിക്കൊരു അതിനുള്ള പ്രാപ്തി ഉണ്ട്, ആ പണം കൂടി സാധാരണക്കാർക്ക് കൊടുത്തോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ നരേന്ദ്രമോദി എന്ത് ചെയ്തു? ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഈ രാജ്യത്ത് പാവപ്പെട്ട ഗ്യാസ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത കരിയിലും പുകയിലും ജീവിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് ഗ്യാസും സ്റ്റൗവും കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ രാജ്യത്താകെ 9 കോടിയോളം കുടുംബങ്ങളിൽ ഗ്യാസും സ്റ്റൗവും സൗജന്യം കൊടുത്തു. ആ ആളുകൾക്ക് കോവിഡ് കാലം മുതൽ ഫ്രീ ആയിട്ടാണ് ഗ്യാസ് കൊടുക്കുന്നത്. പകരം ഈ സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്ന ആളുകളുടെ സബ്സിഡി നിർത്തലാക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് മോദി ഒരു കമന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ള സത്യമാണ്. അപ്പൊ നേരത്തെ എല്ലാ ജനങ്ങൾക്കും സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്നു. എല്ലാ ജനങ്ങൾക്കും BPL APL വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ഒരു വർഷം 12 സിലിണ്ടർ ഗവൺമെന്റ് സബ്സിഡി പ്രകാരം മേടിക്കായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം ഒരു സിലിണ്ടർ നമുക്ക് ചിലവാവുള്ളൂ. അപ്പോൾ അതായത് രാജ്യത്തുള്ള എല്ലാ ആളുകൾക്കും 445 രൂപ ഗ്യാസ് കിട്ടുമായിരുന്നു, പണക്കാരനും പാവപ്പെട്ടവരും എല്ലാവർക്കും. പക്ഷെ അന്ന് രാജ്യത്ത് ഗ്യാസ് ഉപഭോക്താക്കളുടെ എണ്ണം വളരെ കുറവാണ്. മോദിയുടെ കാലത്ത് ഏതാണ്ട് 30 കോടി ആളുകൾക്ക് അധികം ഗ്യാസ് കണക്ഷൻ വന്നു. മനസ്സിലായോ? അതാണ് വ്യത്യാസം. വില കുറഞ്ഞ കാര്യം കൂടെ മനസ്സിലാക്കണം. ഇന്ന് ലോകത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടെലിഫോൺ ചാർജും ഇന്റർനെറ്റും ഉള്ളത് ഇന്ത്യയിലാണ്. സംശയമുണ്ടോ? ഇല്ല, സംശയമില്ല. മുൻകാലത്ത് ഇൻകമിങ്ങിന് വരെ കാശ് കൊടുക്കേണ്ടിയിരുന്നു, പിന്നെ ഔട്ട് ഗോയിങ്ങിന് കാശ് കൊടുക്കേണ്ടിയിരുന്നു, ISDക്ക് പ്രത്യേകം കാശ്, STDക്ക് പ്രത്യേകം കാശ്. ഇതെല്ലാം ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ലോക്കൽ കോളാണ്, അൺലിമിറ്റഡ് കോളുകളാണ്, SMS ഫ്രീ ആണ്. കൂടാതെ ഡെയിലി നമുക്ക് GB-യിലും അൺലിമിറ്റഡോ അല്ലെങ്കിൽ 2 GB 3 GB ഒക്കെ ഉപയോഗിക്കാൻ വളരെ തുച്ഛമായത്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം നരേന്ദ്രമോദി തന്നെ പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ 1 GB-ക്ക് 10 രൂപ താഴെയാണ് ചിലവ്. മോദി വരുന്നതിന് മുമ്പ് 1 GB-ക്ക് 250 രൂപയായിരുന്നു ചിലവ്. ഏറ്റവും വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് കിട്ടിയെന്ന് മാത്രമല്ല, എല്ലാ ഏരിയയിലും ഇന്റർനെറ്റ് കിട്ടാൻ തുടങ്ങി. പണ്ട് സിറ്റിയിൽ മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പോൾ എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് കിട്ടാൻ തുടങ്ങി. അത് കാരണം നമുക്ക് ഇപ്പോൾ ഒരു കുക്കിംഗ് ചെയ്യാൻ തന്നെ ഒന്ന് ടിപ്സ് നോക്കണമെങ്കിൽ യൂട്യൂബിൽ നോക്കി ചെയ്യാനുള്ള ഒരു സ്പീഡ് നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇന്ന് ഈ രാജ്യത്ത് ക്രിയേറ്റർ എന്ന പേരിൽ യൂട്യൂബും ഫേസ്ബുക്കും ഉപയോഗിച്ച് വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ ആൾ അപ്ലോഡ് ചെയ്ത് അതുകൊണ്ട് അതൊരു വരുമാന മാർഗമാക്കി ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ജീവിക്കുന്നു. അതിനൊരു പ്രധാന കാരണം ഈ പറയുന്ന അംബാനിയും ഇന്റർനെറ്റ് സൗകര്യങ്ങളും എല്ലാ മേഖലയിലും ഫൈബർ നെറ്റ്വർക്ക് ഉണ്ടായതുകൊണ്ടുകൂടെയാണ്, ചെലവും കുറഞ്ഞാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ബില്ല് കേരളത്തിൽ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് വാസ്തവമാണ്. പക്ഷെ എന്നാൽ പോലും അല്ല, ഈ ബ്രോഡ്ബാൻഡ് ചാർജസ് ആണെങ്കിലും നമ്മൾ പണ്ട് മാസം നമ്മുടെ നാട്ടിലും ഏകദേശം 3000 രൂപയൊക്കെ ആവുമായിരുന്നു. തീർച്ചയായും അതെ. ഇപ്പൊ അൺലിമിറ്റഡ് ബ്രോഡ്ബാൻഡ് ചാർജ് 700-600 രൂപയ്ക്ക് കിട്ടാൻ തുടങ്ങി.
അതാണ് വ്യത്യാസം. പിന്നെ ഡിഷ് TV സംവിധാനങ്ങൾ വന്നു. അതിൽ തന്നെ നരേന്ദ്രമോദി കുറേ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. പണ്ട് പേ ചാനൽ കൊണ്ട് കാശ് കൊടുക്കുമായിരുന്നു. ഇപ്പം ഒരുപാട് ചാനലുകൾ ഇതാക്കി ഇഷ്ടമുള്ള ചാനലുകൾ മാത്രം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന തരത്തിലേക്ക് മാറ്റി. അപ്പോൾ സാധാരണക്കാരന് വേണമെങ്കിൽ അവർ പേ ചാനൽ ഇല്ലാതെ ഫ്രീ ചാനൽസ് മാത്രം കണ്ടുപയോഗിക്കാം. അതിനുള്ള ചെറിയ റെന്റ് മാത്രമായി. ആ കാര്യത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപഭോഗം കുറഞ്ഞു. അതായത് കേരളത്തിൽ നമുക്കത് മനസ്സിലാവുന്നില്ല. കാരണം കേരളത്തിൽ ഓരോ മാസം കൂടുന്തോറും ബില്ല് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മുടെ ഉപയോഗം ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. കാരണം ഉപയോഗിച്ച ഉപഭോഗം കുറഞ്ഞു പറഞ്ഞാൽ നമുക്ക് പണ്ട് ഒരു വീട്ടിൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ലൈറ്റും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു മാസം എത്ര യൂണിറ്റ് ചിലവാകുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പെർ യൂണിറ്റിന് 3 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പെർ യൂണിറ്റിന് 6 രൂപ 7 രൂപയൊക്കെ സംസ്ഥാനങ്ങൾ ചാർജ് ചെയ്യുന്നു. പക്ഷേ നരേന്ദ്രമോദി കൊണ്ടുവന്ന വിപ്ലവമാണ് LED വിപ്ലവം. LED വിപ്ലവം കാരണം ഒരു വീട്ടില് 60 വാട്ട് ബൾബിന്റെ 10 എണ്ണം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ 600 വാട്ട് ഇത്ര മണിക്കൂർ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ഇപ്പം 3 വാട്ടിന്റെയും 4 വാട്ടിന്റെയും 6 വാട്ടിന്റെയും LED ബൾബുകളാണ് കത്തുന്നത്. എത്രത്തോളം ഉപഭോഗം കുറഞ്ഞു. ഇല്ല 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 ഈ മോദി വരുന്നതിന് മുമ്പ് എനർജി കൺസംഷന് വേണ്ടി നമ്മൾ ചെയ്തിരുന്നത് CFL ബൾബുകളെ ആശ്രയിച്ചിരുന്നത്. BPL-ന്റെ ഒക്കെ ഒരു CFL-ന്റെ ഒരു ബൾബ് നമുക്ക് വാങ്ങണമെങ്കിൽ ഏകദേശം 300, 400, 500 രൂപ വരെ കൊടുക്കണമായിരുന്നു. ഇപ്പൊ ആ ബൾബുകൾക്ക് ഗവൺമെന്റ് സബ്സിഡി നിരക്കിൽ 20 രൂപയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റ് കമ്പനികൾ 40, 50, 60 രൂപയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. മഹീന്ദ്രയുടെ ഒക്കെ ബൾബുകൾ ഇപ്പം BPL-ന്റെ ഒക്കെ ബൾബുകളൊക്കെ 60 രൂപയ്ക്ക് കിട്ടും. അതിനെക്കാട്ടിലും ചിലവ് കുറഞ്ഞിട്ടായ LED ബൾബുകൾ കിട്ടി. അത് മാത്രമല്ല രാജ്യത്താകെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ മുഴുവൻ നരേന്ദ്രമോദി LED-യിലാക്കി. അത് കാരണം രാജ്യത്തെ ഉപഭോഗം കുറഞ്ഞു. അങ്ങനെ വൈദ്യുതിയിൽ തന്നെ വലിയ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറഞ്ഞതിന്റെ കണക്കുകൾ നോക്കിയാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പെട്രോൾ ഡീസലിന്റെ കാര്യത്തിലാണെങ്കിൽ ഇച്ചിരി ടാക്സിലാണ് വർധന ഉണ്ടായിരിക്കുന്നത്. പെട്രോളിന്റെ ഡീസലിന്റെ വിലയിൽ കഴിഞ്ഞ കാലത്തായിട്ട് കുറവാണുള്ളത്. പക്ഷേ 2 സംസ്ഥാനങ്ങളും കേന്ദ്രവും വില വാങ്ങുന്നു. പച്ചക്കറിക്കൊക്കെ വില കൂടുന്നത് പച്ചക്കറി നമുക്ക് ഒരു പച്ചക്കറിയുടെ വിലയും നമുക്ക് അടുത്ത വർഷം ഇന്നതായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോന്നിന്റെയും വിളവിനനുസരിച്ചും തക്കാളിക്ക് ഒരു വർഷം 1 രൂപ ആയിരിക്കും, അടുത്ത വട്ടം 30 രൂപയും, ഉള്ളിക്ക് 100 രൂപയും, 2 മാസം കഴിയുമ്പോൾ 10 രൂപയും. അപ്പോൾ അതുകൊണ്ട് അതിലും ഈ പ്രാവശ്യം നരേന്ദ്രമോദി അതിലും ഒരു വിപ്ലവം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ സംഭരിക്കാൻ പറ്റാതെ കളയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം പുള്ളി സഹകരണ മന്ത്രാലയം കൊണ്ടുവരുന്നത്. രാജ്യത്താകെ 2 ലക്ഷം ഗോഡൗണുകൾ പണിയുന്നതും AC ഉള്ള ഗോഡൗണുകൾ പണിയുന്നതും സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിലാണ്. രാജ്യത്താകെയുള്ള കാർഷിക സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചിട്ട് അവരുടെ കീഴിലാണ് രാജ്യത്താകെ 2 ലക്ഷം സംഭരണ സ്റ്റോറുകൾ കേന്ദ്ര ഗവൺമെന്റ് പണിയുന്നത്. വേസ്റ്റേജ് ആവാതെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ വില കുറവാണെങ്കിൽ തക്കാളി ആണെങ്കിൽ തന്നെ ഒരു 5-6 ദിവസം ശേഖരിച്ച് വെക്കാം. ഇപ്പോൾ ഒരു തക്കാളി ഒരു ദിവസം വെച്ചാൽ 2 ദിവസം 3 ദിവസം ചീത്തയായി പോകും. കൊണ്ട് കളയാനേ പറ്റുള്ളൂ. അവർക്കത് ശേഖരിച്ച് വെക്കാം. ശരിയാണ്. പണ്ടൊക്കെ നമ്മൾ വാർത്തയിൽ ഇങ്ങനെ ഒരുപാട് ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും വില കുറഞ്ഞ തക്കാളിക്ക് റോഡിലോട്ട് എടുത്തെറിഞ്ഞു. ഇപ്പോഴും ഉണ്ട്. കാരണം ഇപ്പോഴും ഈ പറഞ്ഞ പോലെ 6 മാസം കഷ്ടപ്പെട്ടായിരിക്കും ഇതെല്ലാം വളർത്തിക്കൊണ്ടുവരുന്നത്. വിൽക്കുന്ന സമയമാകുമ്പോൾ ഈ തക്കാളിക്ക് കിലോ 1 രൂപയായിട്ട് മാറും. അത് ഒഴിവാക്കാനാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ കാർഷിക ബില്ല് കൊണ്ടുവന്നത്. കാരണം വലിയ വലിയ കമ്പനികളിൽ വാങ്ങി ഇത് അവരുടെ സ്റ്റോറിൽ സംഭരിച്ച് അവരിത് വിൽക്കുമായിരുന്നു. അപ്പോൾ അതിപ്പം ഗവൺമെന്റ് തന്നെ സംഭരണികൾ ഉണ്ടാക്കി കർഷകരോട് തന്നെ സംഭരിക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു നമ്മൾ മിൽമ പാൽ സൊസൈറ്റിയിൽ മിൽമ പാൽ സ്വീകരിക്കുന്നത് പോലെ ഒരു സംവിധാനം കർഷകരുടെ നിന്ന് ഇതുപോലുള്ള പച്ചക്കറികളും സ്വീകരിക്കും. ഇപ്പൊ ശരിക്കും നമ്മൾ ധാന്യങ്ങൾ അങ്ങനെ ശേഖരിക്കുന്നുണ്ട്. അരിയും നെല്ലൊക്കെ നമുക്ക് ഈ ഫ്രഷ് ആയിട്ടായിരിക്കില്ല കിട്ടുന്നത് അല്ലേ? ഇതെല്ലാം ഫ്രീസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെ ഫ്രീസ് എന്നല്ല, ഫ്രീസർ സംവിധാനം അല്ല ഇത്. ഒരു സ്റ്റോറേജ് ആണ്. അതായത് AC സ്റ്റോറേജ്. അപ്പോൾ 2-3 ദിവസം 4 ദിവസമൊക്കെ ചീത്തയാകാതിരിക്കാനുള്ള സംവിധാനം. അല്ലാതെ ഫ്രോസൺ ചെയ്ത് സംഭരിക്കുന്ന ഒരു ഇതല്ല.